കഴിഞ്ഞ 2 ദിവസം മുമ്പ് ശിബിലി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായി വിമർശിക്കുന്നത് പോലീസിന് പരാതി കൊടുത്ത് കേസെടുത്തിട്ടില്ല, പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അർത്ഥത്തിൽ വാദങ്ങൾ മുന്നോട്ട് വെക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റിനകത്ത് എന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഇപ്പം എവിടെയെങ്കിലും ഒരു കൊലപാതകം നടക്കുമ്പോഴോ ഒന്നുകിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര സംവിധാനത്തിനെയോ നമ്മൾ ഒരു കഥക മെനഞ്ഞെടുത്തിട്ട് അങ്ങ് നിരന്തരം കുറ്റപ്പെടുത്തുക, വേട്ടയാടുന്ന പ്രവണത ശരിയല്ല. പക്ഷെ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് വിമർശിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെയാണ്. ആ നിയമ സംവിധാനം ശക്തമല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ക്രൈമുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ പോലീസിന് പറ്റീഷൻ കൊടുത്ത് പോലീസ് കേസെടുത്തെന്ന് വെക്കുക. കേസെടുത്താൽ എന്താ ചെയ്യുക? അവനെ കൊണ്ട് അറസ്റ്റ് ചെയ്യും. 1-2 ദിവസം കഴിയുമ്പോൾ അവന് ജാമ്യം വിടും, അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പിലാക്കും. അങ്ങനെയൊക്കെ ചെയ്തവന് വീണ്ടും പുറത്തോട്ട് വരും. ഈ തെമ്മാടി, ഈ മനസ്സിനകത്ത് ക്രൈം മെന്റാലിറ്റിയുള്ള ഈ തെമ്മാടി അത് പിന്നെ പോലീസ് കേസെടുത്തു എന്നുള്ളത് കൊണ്ട് അവന് ആ കാര്യം ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ, ഇവിടെ ഒരു ക്രൈം ചെയ്ത് ഒരു കൊലപാതകം നടത്തി ഒരു തെമ്മാടിനെ ജയിലിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് അവനിക്ക് തടവ് ശിക്ഷയും വിധിച്ച് അവന് ജാമ്യത്തിൽ ഇറങ്ങി വന്ന് 2 പേരെ വെട്ടിക്കൊന്നതും നമ്മൾ കണ്ടതല്ലേ? അത് പോലീസിന്റെ അനാസ്ഥയാ? ഈ ചെന്താമര എന്ന് പറയുന്നത് ആരവനെ വീണ്ടും തുറന്നവിടെ ഒരു കൊലപാതകം ചെയ്ത കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അവനെ സ്പോട്ടിൽ തന്നെ തൂക്കിക്കൊല്ലണ്ടേ? ആ നിയമം ഉണ്ടാക്കണ്ടേ? അതില്ലാതെ അവനെ വലിയ ഇതാക്കി കുറച്ച് ദിവസം അവിടെ തീറ്റിപ്പോറ്റിയിട്ട് പിന്നെ അവനെ പുറത്തോട്ട് തുറന്നു വിട്ടിട്ട് അവന് വീണ്ടും 2 പേരെ കൊല്ലാനുള്ള സാഹചര്യം എടുത്ത നിയമ സംവിധാനം ഉണ്ടാക്കി കൊടുത്തത് അല്ലേ? അവിടെയല്ലേ നമ്മൾ വിമർശിക്കേണ്ടത്? ഈ നിയമ സംവിധാനത്തെ ഒന്ന് മാറ്റണം. അല്ലെങ്കിൽ പോലീസുകാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്ന ചില വീഴ്ചകൾ ഉണ്ട്. പക്ഷെ ആ വീഴ്ചന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ക്രൈമുകൾ നടക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുന്നത്, അത് പിന്നെ ശരിയായ ഒരു ഒരു വിശദീകരണമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് ഇവിടെ കൃത്യമായിട്ട് നിയമത്തിന്റെ ഒരു ശക്തമില്ലാത്ത നിയമ സംവിധാനം അത് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ക്രൈം ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കല്യാട്ട് വെച്ചിട്ട് ഒരു വ്യക്തിയെ പിന്നെ വെടിവെച്ച് കൊന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ട് അവനെ കൊന്ന് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഇവന് തീറ്റിപ്പോറ്റവന. എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത്, അതിന്റെ തോക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ അന്വേഷണം നടത്തുക. തോക്ക് കണ്ടെത്തണം പോലും, ഇല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുണ്ടാക്കണം പോലും. മനസ്സിലാക്കണം. ഈ തോക്ക് കണ്ടെത്തിയിരുന്നാ വേണ്ട? അങ്ങ് പുരാതന വസ്തു പിന്നെ സൂക്ഷിക്കുന്ന മേഖലയിലെ തോക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയാ? എനിക്ക് മനസ്സിലാകുന്നില്ല. അവനാ കൊന്നെന്ന് അറിഞ്ഞ് പിടിക്കുക, കൊണ്ടുപോകുക, 2 ദിവസത്തിനകത്ത് തന്നെ ശിക്ഷ വിധിക്കുക, അവനെയും വെടിവെച്ച് അങ്ങ് കൊന്നുകളിയാ. അപ്പൊ സ്വാഭാവികമായിട്ട് സമൂഹത്തിന് ഭയപ്പാടുണ്ടോ നിയമത്തെ? ഇതൊന്നും ഇല്ലാത്ത കാലത്തോളം ഇവിടെ ആരെ കൊന്ന് എന്ത് കൊന്നാലും ഇവനെയൊക്കെ പിടിച്ച് കൊണ്ടുപോയിട്ട് വലിയ വലിയ ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർ വരുന്ന പ്രൊട്ടക്ഷന് അടക്കം കൊടുക്കുന്നത് പോലെ കൊടുത്തിട്ട് പോലീസ് സെക്യൂരിറ്റിയോട് കൂടി കൊടുക്കുക. എന്നിട്ട് അവർ പറയുന്ന മിനുവിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് അവരെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റുക. 5-6 കൊല്ലം കഴിയുമ്പോൾ അവർ വീണ്ടും വെളിയിലേക്ക് ഇറക്കുക. ഇതല്ലേ നമ്മളെ നിയമം അല്ലേ? ഇതിനാരെ ഭയപ്പെടുക? അതുകൊണ്ടാണ് ഈ ക്രൈം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. അപ്പൊ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള സമരം ഉണ്ടാവണം. അല്ലാതെ എല്ലാ കാര്യത്തിലും പോലീസിന്റെ നിഷ്ക്രിയത്വം, പോലീസ് അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്നതല്ല അത് നമ്മൾ പറയേണ്ടത്. പോലീസ് ചില സമയത്തിൽ വീഴ്ചകൾ ഉണ്ടായിരിക്കാം. പക്ഷെ പോലീസിന് ശക്തമായിട്ട് ആ കൊടുത്ത പറ്റീഷനിൽ കേസ് എടുത്താൽ പോലും എന്താ കിട്ടുക? അവനെ ജയിലിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. 2 ദിവസം ഇങ്ങനെ വീണ്ടും പുറത്തു വരും. പുറത്ത് വന്നിട്ട് ഇവന് തന്നെയല്ലേ ചെയ്യുക? ഇവന്റെ പിറകിൽ 24 മണിക്കൂറും പോലീസുകാർക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? പക്ഷെ ഇവിടെ കൃത്യമായിട്ട് വളരെ ഇത്തരക്കാരെ കൊണ്ടത്തിൽ ഒരു ദാക്ഷായണം വിചാരിക്കാതെ ഇവൻ എന്താണോ ഈ പുറത്ത് ചെയ്തു വെച്ച ക്രൈം അതിന്റെ 10 മടങ്ങുള്ള ശിക്ഷ എത്രയും പെട്ടെന്ന് അങ്ങ് കൊടുക്കുക. അല്ലാതെ കാലത്തോളൊന്നും ഈ കൊലപാതകം നിൽക്കാൻ പോകുന്നില്ല. പിന്നെ വെറുതെ നമ്മളൊക്കെ ഈ ചർച്ചയിൽ കാര്യം ചെയ്തിട്ട് കുറെ ആൾ വന്നിട്ട് അവരുടെ ഭാവനയ്ക്കനുസരിച്ച കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഈ കൊലപാതകം നടത്തി 3-4 പേര് 2025 ഇങ്ങോട്ട് വന്ന് ഏകദേശം 37 കൊലപാതകങ്ങൾ നടത്തി. ഈ 37 കൊലപാതകത്തിലുള്ള കൃത്യമായിട്ടുള്ള പ്രതികളെ വിത്ത് എവിഡൻസ് തെളിവടക്കാതെ പിടിച്ചിട്ടുള്ളത്.